Hi students, welcome. In this class we are going to discuss a theorem. So first consider the statement. Let x equal to xn be a sequence of real numbers, then the following are equivalent. The sequence x equal to xn does not converge to x belongs to R. Second one, there exists an epsilon naught greater than 0 such that for any k belongs to n, there exists nk belongs to n such that nk greater than or equal to k and mod xnk minus x greater than or equal to epsilon naught. Third one, there exists an epsilon naught greater than 0 and a subsequence x dash equal to xnk of x such that mod xnk minus x greater than or equal to epsilon naught for all k belongs to n. Okay, so we have 3 conditions 1, 2, 3 equivalent ആണ് prove ചെയ്യേണ്ടത്. So നമ്മൾ എന്ത് prove ചെയ്യാം? 1 implies 2, 2 implies 3, 3 implies 1 prove ചെയ്യാം. Okay, so first we will prove 1 implies 2. So consider the proof. 1 implies 2. So what is 1? 1 is the sequence x equal to xn does not converge to x belongs to R. So suppose sequence x equal to xn does not converge to x belongs to R. Okay. Then we have to prove there exists an epsilon naught greater than 0 such that for any k belongs to n, there exists nk belongs to n such that nk greater than or equal to k and mod xnk minus x greater than or equal to epsilon. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. സോ xn converge to x belongs to R ആണെങ്കിൽ എന്താണ്? It means it satisfies the definition. Okay, so x sequence xn converge to x ആയിരുന്നെങ്കിൽ it satisfies the definition. Definition എന്തായിരുന്നു? For every epsilon greater than 0, there exists k belongs to n such that if n greater than or equal to k, then mod xn minus x less than epsilon. So xn converge to x ആണെങ്കിൽ it satisfies this definition. Okay, so converge ചെയ്യുന്നില്ലെങ്കിൽ ഈ കണ്ടീഷൻസ് ഈ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. സോ എന്താണ് ഈ ഡെഫിനിഷൻ എന്താ പറയുന്നത്? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് കെ ബിലോങ്സ് ടു എൻ സച്ച് ദാറ്റ് എൻ ഇഫ് എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ദെൻ മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ. അതായത് ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഏതോ ഒരു എപ്സിലോൺ അറ്റ്ലീസ്റ്റ് ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടെങ്കിലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം അല്ലേ. സോ കൺവേർജ് ചെയ്യുന്നില്ലെങ്കിൽ ഏതോ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടെങ്കിലും അല്ലേ അറ്റ്ലീസ്റ്റ് 1 എപ്സിലോണിനെങ്കിലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. സോ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് 1 എപ്സിലോൺ. So let it be epsilon naught. Okay, so നമുക്ക് അത്രയും കിട്ടി. There exists at least 1 epsilon. So there exists an epsilon naught greater than 0 which does not satisfy this condition. Okay, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു എപ്സിലോൺ നോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം അല്ലേ. ഇങ്ങനെ ഒരു കെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതായത് ഒരു കെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. അപ്പം കെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞാൽ എല്ലാ കേക്കും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല അല്ലേ. ഫോർ ഓൾ കെ സച്ച് ദാറ്റ് ഫോർ ഓൾ കെ ബിലോങ്സ് ടു എൻ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഫോർ ഓൾ കെ ബിലോങ്സ് ടു എൻ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ഡസ് നോട്ട് സാറ്റിസ്ഫൈ ഫോർ ഓൾ കെ ബിലോങ്സ് ടു എൻ. അങ്ങനെ പറയുമ്പോൾ എന്താ വരിക? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ ഇഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണെങ്കിൽ മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നെഗേഷൻ എന്താ വരിക? അവിടെ ഒരു അതായത് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ദെൻ മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആണ് അല്ലേ. അപ്പോൾ എന്താ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു നാച്ചുറൽ നമ്പറെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഗ്രേറ്റർ ദാൻ കെ ആയിട്ട്. ഓക്കെ, കെനേക്കാളും വലിയ
ഒരു നാച്ചുറൽ നമ്പറെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വിച്ച് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദിസ്. ആ നാച്ചുറൽ നമ്പറിന് ഞാൻ എൻ കെ എന്ന് പേര് കൊടുത്തു. ദർ എക്സിസ്റ്റ് എൻ എൻ കെ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൻഡ് അത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് എൻ കെ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ അല്ല, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ടാണ്. ഓക്കെ, സോ ഒന്നുകൂടി നോക്കാം. എക്സ് എൻ കൺവേർജ് ടു എക്സ് ആയിരുന്നെങ്കിൽ എക്സ് എൻ കൺവേർജ് ടു എക്സ് ആണെങ്കിൽ നമുക്കറിയാം ബൈ ഡെഫിനേഷൻ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ. ദർ എക്സിസ്റ്റ് കെ ബിലോങ്സ് ടു എൻ സച്ച് ദാറ്റ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ അല്ലേ. അല്ലെങ്കിൽ ഇഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ദെൻ മോഡ് എക്സ് എൻ മൈനസ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. സോ എക്സ് എൻ കൺവേർജ് ടു എക്സ് ആണെങ്കിൽ ഈ ഡെഫിനേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കൺവേർജ് ചെയ്യാത്തത് കൊണ്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു എപ്സിലോണെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിന് നമ്മൾ എന്ത് കൊടുത്തു? എപ്സിലോൺ നോട്ട് എന്ന് കൊടുത്തു. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എപ്പോഴാണ്? ഒരു കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. സോ ഒരു കെയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ? എല്ലാ കേക്കും ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സിന് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഫോർ ഓൾ കെ ബിലോങ്സ് ടു എൻ ദ കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ മോഡ് എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോണിൻ്റെ നെഗറ്റീവ് എടുക്കുക. അതായത് ദർ എക്സിസ്റ്റ് എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൻഡ് മോഡ് എക്സ് എൻ കെ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. സോ നമുക്ക് എക്സ് എൻ ഡസ് നോട്ട് കൺവേർജ് ടു എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ദർ എക്സിസ്റ്റ് എൻ എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് for all k belongs to n there exists nk greater than or equal to k and mod x nk minus x greater than or equal to epsilon naught. Okay, so നമുക്ക് കിട്ടിയതാണ് there exists epsilon naught greater than 0 such that for all k belongs to n there exists nk greater than or equal to k and mod x nk minus x is greater than or equal to epsilon naught. ഇതായിരുന്നു നമുക്ക് സെക്കൻഡ് വൺ. ഓക്കെ, സോ വി ഗെറ്റ് 2. ഓക്കെ, സോ 1 implies 2. നെക്സ്റ്റ് വി ഹാവ് ടു പ്രൂവ് 2 implies 3. ഓക്കെ, നമ്മൾ 2 implies 3 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ സപ്പോസ് 2 എന്താ? സപ്പോസ് there exists epsilon naught greater than 0 such that for any k belongs to n there exists nk belongs to n such that nk greater than or equal to k and mod x nk minus x is greater than or equal to epsilon naught. ഇതായിരുന്നു 2. നെക്സ്റ്റ് വി ഹാവ് ടു പ്രൂവ് 3. നമുക്ക് 3 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. എന്താണ് 3? 3 is there exists an epsilon naught and a subsequence x dash equal to x nk of x such that mod x nk minus x less greater than or equal to epsilon naught for all k belongs to n. ഓക്കെ, ഒരു എപ്സിലോൺ നോട്ട് ഉണ്ടാവണം, ഒരു സബ്സീക്വൻസ് ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്തത് അല്ലേ. സോ ഒരു സബ്സീക്വൻസ് നമ്മൾ കണ്ടുപിടിക്കണം. എക്സ് എൻ കെ എന്ന് പറയുന്ന സബ്സീക്വൻസ് കണ്ടുപിടിക്കണം സാറ്റിസ്ഫൈങ് മോഡ് എക്സ് എൻ കെ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്താ പറയുന്നത്? ദർ എക്സിസ്റ്റ് എൻ എപ്സിലോൺ നോട്ട് ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ഫോർ എനി കെ ബിലോങ്സ് ടു എൻ ദർ എക്സിസ്റ്റ് എൻ കെ ബിലോങ്സ് ടു എൻ സച്ച് ദാറ്റ് എൻ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൻഡ് മോഡ് എക്സ് എൻ കെ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. സോ ഫോർ എൻ ബിലോങ്സ് ടു 1 കെ ഈക്വൽ ടു 1 ആകുമ്പോൾ എന്തായിരിക്കും? ഫോർ 1 ബിലോങ്സ് ടു എൻ എന്താ സംഭവിക്കുക? എൻ എല്ലാ കേക്ക് ഇങ്ങനെ ഒരു എൻ കെ എക്സിസ്റ്റ് ചെയ്യുന്നു. സോ 1നും എന്തുണ്ടാവും? ദർ എക്സിസ്റ്റ് n1 belongs to n such that n1 greater than or equal to 1 and mod x n1 minus x greater than or equal to epsilon naught. Okay, so എല്ലാ കേക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു എൻ കെ എക്സിസ്റ്റ് ചെയ്യും സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 1 കെ ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് n1 ഉണ്ടാവും സാറ്റിസ്ഫൈങ് n1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് മോഡ് എക്സ് n1 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. ഓക്കെ,
ഇനി അതുപോലെ തന്നെ എനി കെ ഈക്വൽ ടു 2 എടുക്കുമ്പോൾ, അതായത് ഫോർ 2 ബിലോങ്സ് ടു എന്നിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും, ദർ എക്സിസ്റ്റ് n2 ബിലോങ്സ് ടു n സച്ച് ദാറ്റ് n2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് mod x n2 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. ഓക്കെ, സോ n2 അങ്ങനെ ഒരു n2 എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഈ n2 എക്സിസ്റ്റ് ചെയ്യുമ്പം നമ്മൾ അവിടെ ചെറിയൊരു കണ്ടീഷനും കൂടി ഇമ്പോസ് ചെയ്തത് n2 ഗ്രേറ്റർ ദാൻ n1, അതായത് ഈ കിട്ടുന്ന n2 ഗ്രേറ്റർ ദാൻ n1 ആവുന്ന രീതിയിൽ നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, ഫോർ 2 ബിലോങ്സ് ടു n ദർ എക്സിസ്റ്റ് n2 ബിലോങ്സ് ടു n സച്ച് ദാറ്റ് n2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആൻഡ് n2 ഗ്രേറ്റർ ദാൻ n1. ഓക്കെ, ആൻഡ് മോഡ് xn2 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഫോർ 3 ബിലോങ്സ് ടു n, ഫോർ 3 ബിലോങ്സ് ടു n ദർ എക്സിസ്റ്റ് n3 ബിലോങ്സ് ടു n സച്ച് ദാറ്റ് n3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് മോഡ് xn3 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. ഓക്കെ, സോ ഇവിടെയും നമ്മൾ അത് തന്നെ ചെയ്യുന്നത്, അതായത് n3 നമ്മൾ ചൂസ് ചെയ്യുക n3 ഗ്രേറ്റർ ദാൻ n2 ആവുന്ന രീതിയിൽ. ഓക്കെ, ഇതും കൂടി, സോ അങ്ങനെ ഒരു xn3 ഉണ്ട്. അപ്പം നമുക്ക് എല്ലാ നാച്ചുറൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചൂസ് ചെയ്യാം, n3 സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. ഓക്കെ, സോ ഫോർ എനി k ബിലോങ്സ് ടു n, ഫോർ എനി k ബിലോങ്സ് ടു n നമുക്ക് എന്തുണ്ട്, ദർ എക്സിസ്റ്റ് nk സച്ച് ദാറ്റ് nk ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആൻഡ് mod xnk മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി, xn1 xn2 എക്സെട്ര, xn1 ഉണ്ട്, xn2 എക്സെട്ര അല്ലേ. സോ ഇതൊരു സബ് സീക്വൻസ് ആണ് xnk. അത് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, xnk മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സബ് സീക്വൻസ് കിട്ടി വിച്ച് സാറ്റിസ്ഫൈസ് mod xnk minus x greater than or equal to epsilon naught for all k belongs to n. അതായിരുന്നു, hence we get hence 3, നമുക്ക് 3 കിട്ടി. ഓക്കെ, സോ നമുക്ക് എന്തായി, 2 implies therefore 2 implies 3 എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് സിമ്പിളാണ്. ഫോർ 1ന് ദർ എക്സിസ്റ്റ് n1 സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ, n ഈക്വൽ ടു 2 k ഈക്വൽ ടു 2 ആകുമ്പം ദർ എക്സിസ്റ്റ് n2 സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഒരു സീക്വൻസ് സബ് സീക്വൻസ് കിട്ടും xnk, xn1 xn2 എക്സെട്ര സബ് സീക്വൻസ് കിട്ടും സാറ്റിസ്ഫൈ മോഡ് xnk മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട്. ഓക്കെ, സോ 2 implies 3 ആവും. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു പ്രൂവ് 3 implies 1. ഓക്കെ, നമ്മൾ 3 implies 1 ആണ് പ്രൂവ് ചെയ്യാൻ വരുന്നത്. 3 implies 1 എന്താണ് 3? സോ സപ്പോസ് there exists an epsilon naught greater than 0 and a subsequence x dash equal to xnk of x such that mod xnk minus x greater than or equal to epsilon naught for all k belongs to n. ഓക്കെ, ഇതാണ് 3. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 1 ആണ്. 1 എന്താണ്, xn does not converge to x. ഓക്കെ, സോ ദെൻ നമുക്ക് പറയാം, ദെൻ x cannot converge to x belongs to r. എന്തുകൊണ്ടാണ്, ഫോർ, കാരണം സപ്പോസ് if x converges to x sequence xn x equal to sequence xn converge to x ആണെങ്കിൽ നമുക്കറിയാം അതിൻ്റെ എല്ലാ സബ്സീക്വൻസും എക്സിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. ദെൻ every subsequence of x converges to x ആണ് അല്ലേ. ആ തിയറി നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. ഇത് ഒരു സീക്വൻസ് എക്സിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സബ്സീക്വൻസും എക്സിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. അപ്പം അതിൻ്റെ അപ്പോൾ എക്സ് കൺവേർജസ് ടു എക്സ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, അതിൻ്റെ എല്ലാ സബ്സീക്വൻസും വിൽ കൺവേർജ് ടു എക്സ്. സോ നമുക്ക് ഇവിടെ ഒരു സബ്സീക്വൻസ് ഉണ്ട്, എക്സ് ഡാഷ് ഈക്വൽ ടു എക്സ് എൻ കെ എന്ന് പറഞ്ഞൊരു സബ്സീക്വൻസ് ഉണ്ട് അല്ലേ ഓൾറെഡി. ഇത് എങ്ങോട്ടേക്ക് കൺവേർജ് ചെയ്യും, വിൽ കൺവേർജസ് ടു ഇത്
കൺവേർജസ് ടു എക്സ് എന്ന് കിട്ടും നമുക്ക്. പക്ഷെ നമുക്കറിയാം ഈ എക്സ് എൻ കെ ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? മോഡ് എക്സ് എൻ കെ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഫോർ ഓൾ കെ ബിലോങ്സ് ടു എന്നാണ് അല്ലേ. എല്ലാ നാച്ചുറൽ നമ്പറിനും മോഡ് എക്സ് എൻ കെ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ നോട്ടാണ്. സോ ഇങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ഈ ഒരു കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ, അതായത് ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ കെ ബിലോങ്സ് ടു എൻ സച്ച് ദാറ്റ് for all n greater than or equal to k and mod xn k minus x less than epsilon. ഈ ഒരു കണ്ടീഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യില്ല അല്ലേ. ഈ ഒരു കണ്ടീഷൻ ഇത് രണ്ടും ഒന്നിച്ച് പറ്റില്ല. ചിന്തിച്ച് നോക്കാം, ഈ ഒരു കണ്ടീഷനും ഒന്നിച്ച് പറ്റില്ല. അപ്പോൾ എന്താ, ഇങ്ങനെ ആയതുകൊണ്ട് എക്സ് എൻ കേക്ക് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, എക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദാറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. ഓക്കെ, സോ എക്സ് ഡാഷ് എക്സ് ദിസ് വൺ ഈസ് ഇമ്പോസിബിൾ. അതായത് എക്സ് ഡാഷ് കൺവേർജസ് ടു എക്സ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്, കാരണം അത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഈ കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ അതിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദിസ് വൺ ഈസ് ഇമ്പോസിബിൾ. ഓക്കെ, സോ വി വിൽ arrive at the contradiction. So x converges to x ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? x converges to x ആണെങ്കിൽ അതിൻ്റെ സബ്സീക്വൻസ് x ഡാഷും converge to x എന്ന് കിട്ടും, which is impossible. Therefore എന്താവാൻ പറ്റില്ല, എക്സിന് സീക്വൻസ് എക്സിനെ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് പറ്റി? The sequence x cannot converge to x belongs to. Therefore sequence xn does not converge to x. Okay, it is 1. Okay, നമുക്ക് 1 കിട്ടും. നമുക്ക് കിട്ടിയത് 3 implies 1. So എല്ലാ കണ്ടീഷനും ആയി. Okay, so that's the equivalence of 3 conditions. Okay, next we have very important result, which is divergence criteria. Okay, so if a sequence x equal to xn of real numbers has either of the following properties, then x is divergent. First one, x has two convergent subsequences, x dash equal to sequence xnk and x double dash equal to sequence xrk whose limits are not equal. Second one, x is unbounded. Okay, സോ ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ആ കറസ്പോണ്ടിങ് സീക്വൻസ് ഡൈവേർജൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ നമ്മളൊരു സീക്വൻസ് ഡൈവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഈ റിസൾട്ടാണ് യൂസ് ചെയ്യാറ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സിന് 2 കൺവേർജൻറ്റ് സീക്വൻസ് ഉണ്ടാവും, സച്ച് ദാറ്റ് കൺവേർജൻറ്റ് സബ് സീക്വൻസ് ഉണ്ടാവും, സച്ച് ദാറ്റ് ഹൂസ് ലിമിറ്റ്സ് ആർ നോട്ട് ഈക്വൽ. രണ്ടിൻ്റെയും ലിമിറ്റ് വെവ്വേറെ ആയിരിക്കും. ഓക്കെ, സോ രണ്ടിൻ്റെയും ലിമിറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള രീതിയിൽ ഒരു 2 സബ്സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സീക്വൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് സീക്വൻസ് വിൽ ബി ഡൈവേർജൻറ്റ്. ഓക്കെ, രണ്ടാമത്തത് എക്സ് ഈസ് അൺബൗണ്ടഡ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അൺബൗണ്ടഡ് സീക്വൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഡൈവേർജൻറ്റ്. ഓക്കെ, സോ ഈ 2 റിസൾട്ട് യൂസ് ചെയ്യാറുണ്ട്. സോ ഫസ്റ്റ് വൺ പറഞ്ഞത് സീക്വൻസിന് 2 സബ് സീക്വൻസ് ഉണ്ട്, രണ്ടിൻ്റെ ലിമിറ്റ് സെപ്പറേറ്റ്, അതായത് ഡിഫറെൻ്റ് ആണെങ്കിൽ ആ സീക്വൻസിന് കറസ്പോണ്ടിങ് സീക്വൻസിന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ദി ഡൈവേർജൻസ് ക്രൈറ്റീരിയ.